ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്ന പല അന്താരാഷ്ട്ര നിയമങ്ങളും സഖ്യങ്ങളും പാടെ തകിടം മറിയുന്ന കാഴ്ചകളാണ് ഈ വർഷത്തിന്റെ തുടക്കം മുതലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല വിദഗ്ധരും ഈ വർഷത്തെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആനസ് ഹൊറിബിലസ് എന്നാണ്, അഥവാ ഭയാനകമായ വർഷം. മറ്റൊരു ഭാഗത്ത് US-ഉം ചൈനയും റഷ്യയും ഒക്കെ അവരുടെ ആധിപത്യം ഉറപ്പിക്കാനുള്ള വ്യത്യസ്ത ശ്രമങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ ലോകം വീണ്ടും ഒരു മഹായുദ്ധത്തിലേക്ക് ചെന്നെത്തുമോ, മൂന്നാം ലോക മഹായുദ്ധം തുടങ്ങുമോ എന്നൊരു വലിയ ആശങ്ക കൂടെ ഉയർന്നു വരുന്നുണ്ട്. വിശദമായി എന്താണ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഈ ഒരു വീഡിയോയോട് നമുക്ക് പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു AF വേൾഡ് ഓഫ് ലുക്ക് ഹിയർ. 2026 തുടങ്ങി 10 ദിവസത്തോളമേ ആയിട്ടുള്ളൂ എങ്കിൽ കൂടെയും അതിനുള്ളിൽ തന്നെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. ആഗോള സുരക്ഷാ ക്രമീകരണങ്ങളെപ്പോലും പൂർണ്ണമായിട്ടും മാറ്റിമറിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്ത കാര്യങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ വർഷത്തിൻ്റെ തുടക്കത്തിലായിട്ട് തന്നെ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ളത്. ഓൾറെഡി ലോകത്ത് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും വലിയ ചില കാര്യങ്ങളിൽ ഒന്നാമതായിട്ടുള്ളത് റഷ്യ ഉക്രൈൻ യുദ്ധമാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ഭാഗത്ത് ചൈന തായ്വാൻ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കുമ്പോൾ അവിടെയും ശക്തമായ രീതിയിലുള്ള സംഘർഷങ്ങളും അതിൻ്റെ അനന്തരഫലങ്ങളുമൊക്കെ ജനങ്ങൾ വലിയ തോതിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ടാണ് അമേരിക്കയുടെ ട്രംപിൻ്റെ അമേരിക്ക ഫസ്റ്റ് നയവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങൾ ലോകത്തിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വെനസ്വേലയിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് അവിടെ നിർത്താൻ ട്രംപിന് ഒരിക്കലും ഉദ്ദേശമില്ല. ഇനി അടുത്തതായിട്ട് ഗ്രീൻലാൻഡിനെ അവർ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇനി മറ്റൊരു വശത്തേക്ക് നോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് തന്നെ നോക്കുമ്പോൾ ഇറാനിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ആഭ്യന്തര പ്രക്ഷോഭം തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഏറ്റവും വലിയ സുപ്രീം ലീഡർ പോലും രാജ്യം വിടേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങളായിട്ട് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഒക്കെ തന്നെയും നമുക്ക് കാണാൻ കഴിയുന്ന കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് വൻ ശക്തികൾ അവരുടെ അധികാരങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ ചെയ്തു കൂട്ടുന്ന വ്യത്യസ്ത കാര്യങ്ങളാണ്. രണ്ടാമത്തൊരു വലിയ ഘടകം എന്ന് പറയുന്നത് ഓയിലാണ്. മൂന്നാമത്തേത് മിനറൽസ് ആണ്. ഈ ഓയിലിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ഓയിൽ റിച്ച് ആയിട്ടുള്ള കൺട്രികളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ആ കൂട്ടത്തിൽ ഒന്നാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെനസ്വേലയാണ്. രണ്ടാമതായിട്ട് സൗദി ഉണ്ട്, മൂന്നാമതായിട്ട് ഇറാനാണ്, നാലാമതായിട്ട് ഇറാഖ് ഉണ്ട്. അങ്ങനെ ആ ലിസ്റ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇനി വെനസ്വേലയുടെ കാര്യത്തിലേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ജാനുവരി 3-ാം തീയതിയാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവിൻ്റെ ഭാഗമായിട്ട് ലാറ്റിൻ അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ആ സംഭവം അരങ്ങേറുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് ആയിട്ടുള്ള നിക്കോളാസ് മഡൂറയെയും ഭാര്യ സിലിയയെയും ഒക്കെ തന്നെ US തട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചയാണ് അന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നവർ US-ന്റെ തടവറയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജ്യഭരണം US നേരിട്ട് നടപ്പിൽ വരുത്തുമെന്നും സുരക്ഷിതമായ രീതിയിലുള്ള ഒരു പരിവർത്തനം വരുന്നതോട് കൂടിയിട്ട് അധികാരം വിട്ടു നൽകുമെന്നൊക്കെ രീതിയിൽ ട്രംപ് പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തുകൊണ്ട് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് US നീങ്ങി എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായ രീതിയിൽ തന്നെ നമ്മളൊന്ന് പഠിച്ചു നോക്കുമ്പോൾ അവിടെ വ്യത്യസ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡോളർ ഡൊമിനൻസ് നിലനിർത്തുക എന്ന് പറയുന്ന ഒന്നാണ്. ഇതിനു വേണ്ടി പണ്ട് അമേരിക്ക ചെയ്തൊരു കാര്യമുണ്ട്. 1974 സൗദി അറേബ്യയുമായിട്ട് US ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു, പെട്രോ ഡോളർ എഗ്രിമെന്റ്. ഇത് പ്രകാരം എണ്ണയുടെ പൂർണ്ണമായിട്ടുള്ള വിനിമയങ്ങൾ, ട്രേഡുകൾ പൂർണ്ണമായിട്ടും US ഡോളറിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന രീതിയിലാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഫലമായിട്ട് സൗദിക്ക് ആവശ്യമായിട്ടുള്ള ഡിഫൻസുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളെല്ലാം തന്നെ US-ൻ്റെ ഭാഗത്തു നിന്ന് അവർ ഓഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അനന്തരഫലം എന്നോണം ലോകത്ത് നമുക്ക് കാണാൻ സാധിച്ചത് രാജ്യങ്ങൾക്കൊക്കെ തന്നെയും പെട്രോളിയം വേണമെന്നുണ്ടെങ്കിൽ അവർ ആദ്യം തങ്ങളുടെ കറൻസികൾ US ഡോളേഴ്സിലേക്ക് മാറ്റിയിട്ട് അത് വെച്ചിട്ട് പിന്നീട് പെട്രോളിയം മേടിക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്നതാണ്. ഇതോടുകൂടെ എക്കണോമിക്കലി എല്ലാം വലിയ തോതിൽ തന്നെ US-ന് അതിൻ്റെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കുകയുണ്ടായി. വളരെ സ്റ്റേബിളായ രീതിയിലേക്ക് US ഡോളറിനെ മാറ്റിയെടുക്കാൻ അവർക്ക് സാധിച്ചു. എന്നാൽ ഇക്കഴിഞ്ഞ 2017 കൂടിയിട്ട് വെനസ്വേല ചൈനയ്ക്ക് ചൈനീസ് യുവാനിൽ തന്നെ ഈ പെട്രോളിയത്തെ വിൽപ്പന നടത്താൻ ആരംഭിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും US-നെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് വലിയ വെല്ലുവിളിയായിട്ട് മാറുന്ന ഒരു കാര്യം തന്നെയാണ്.
മാത്രമല്ല ഇതോടൊപ്പം US ചേർത്ത് വെക്കുന്ന മറ്റൊരു കാര്യം വൻതോതിലുള്ള ലഹരിക്കടത്താണ്, കൊക്കൈൻ കടത്താണ് വെനസ്വേലയിൽ നിന്ന് US ഉൾപ്പെടെയുള്ള വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന മറ്റൊരു കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എണ്ണ ശേഖരമുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും സാമ്പത്തികമായിട്ട് വലിയ ഉന്നതിയിൽ എത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ വെനസ്വേലയുടെ കാര്യം പരിശോധിച്ച് നോക്കുമ്പോൾ അത് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥയിലാണുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും അധികം എണ്ണ ശേഖരമുള്ള രാജ്യമായിട്ട് പോലും അതിൽ നിന്നും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള മുതലെടുപ്പുകൾ നടത്താൻ വെനസ്വേലയ്ക്ക് കഴിയാതെ പോയിട്ടുണ്ട് എന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണമായിട്ട് വരുന്നത്. മാത്രമല്ല ബാക്കിയുള്ള കൺട്രീസിലെ പെട്രോളിയത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വെനസ്വേലയിലെ പെട്രോളിയം റിഫൈൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടേറിയിട്ടുള്ള ദൗത്യമാണ്. അതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള മോഡേൺ എക്യുപ്മെൻറ്റ്സും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികളെല്ലാം തന്നെ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതൊന്നും കൃത്യമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വെനസ്വേലയ്ക്ക് കഴിയാതെ വന്നതോടുകൂടിയിട്ട് തന്നെയാണ് ഓയിലിൽ നിന്നും അല്ലെങ്കിൽ പെട്രോളിയത്തിൽ നിന്നും ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള വരുമാനം കണ്ടെത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്കും രാജ്യത്ത് വലിയ തോതിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയും ഇൻഫ്ലേഷനും ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യം നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ജനങ്ങളൊക്കെ തന്നെയും കെട്ടുകണക്കിന് ക്യാഷ് കൊണ്ട് നടക്കേണ്ട അവസ്ഥയിലേക്ക്, വലിയ തോതിൽ തന്നെ നോട്ടുകൾ അച്ചടിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ തന്നെയും വെനസ്വേല എന്ന് പറയുന്ന ആ രാജ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും നിലവിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുമെന്ന് തീർച്ചയായും നമ്മൾ നോക്കി കാണേണ്ടത് തന്നെയാണ്. വെനസ്വേലയിൽ നിന്ന് വൻതോതിൽ പെട്രോളിയം റിഫൈൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി അമേരിക്കൻ കമ്പനികൾ വലിയ നിക്ഷേപം വെനസ്വേലയിൽ നടത്തുമെന്ന രീതിയിലൊക്കെ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതോടുകൂടിയിട്ട് ഒരിക്കലും US അവസാനിപ്പിക്കുന്നില്ല. അടുത്തതായിട്ട് അവർ ഗ്രീൻലാൻഡിലേക്ക് ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഇറാന്റെ നിലവിലെ അവസ്ഥ എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായ രീതിയിൽ തന്നെ ഒന്ന് മനസ്സിലാക്കാം. ഇറാനിലെ 31 പ്രവിശ്യകളിലെയും സാധാരണ ജനങ്ങൾ ഇന്ന് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ശക്തമായ രീതിയിലുള്ളൊരു ആഭ്യന്തര പ്രക്ഷോഭത്തിലൂടെയാണ് ഇറാൻ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ സിമ്പിളാണ്. ഭരണത്തിൽ ജനങ്ങൾക്കെല്ലാം തന്നെ പൊറുതിമുട്ടിയിരിക്കുന്നു, അവർക്ക് മതിയായിരിക്കുന്നു എന്ന് തന്നെയാണ്. രാജ്യത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക തകർച്ചയുണ്ടായി, ഇൻഫ്ലേഷൻ വർദ്ധിച്ചു, ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം പോലും ലഭിക്കാത്ത അവസ്ഥയിലേക്ക് അവർ എത്തപ്പെട്ടു. ആളുകളുടെ അവകാശങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഹനിക്കപ്പെട്ടു. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ തന്നെയും അടിച്ചമർത്തപ്പെട്ടു. അങ്ങനെ തുടങ്ങി വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പ്രശ്നങ്ങളിലൂടെയാണ് ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളൊക്കെ തന്നെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല രാജ്യം ഇത്തരത്തിൽ മോശം അവസ്ഥയിലൂടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും ഇറാൻ പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ വ്യത്യസ്ത പ്രോക്സികൾക്ക്, വ്യത്യസ്ത സംഘടനകൾക്ക് വൻതോതിലുള്ള സഹായ സഹകരണങ്ങൾ ഓഫർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നൊരു കാര്യമാണ്. ഇതിൻ്റെ ഒക്കെ ഒരു അനന്തരഫലം എന്നോണം വൻതോതിൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള മാരകായുധങ്ങൾ ഇറാന്റെ മണ്ണിൽ വന്ന് പതിക്കുന്നുണ്ട്. അതൊക്കെ തന്നെയും ജനങ്ങളെ വലിയ തോതിൽ തന്നെ ബാധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ട് ഇറാൻ ഇസ്രായേൽ സംഘർഷങ്ങളിലൊക്കെ തന്നെയും ഇറാൻ അയച്ച മിസൈലുകളിൽ ഭൂരിഭാഗവും ഇസ്രായേൽ തകർത്തെറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇസ്രായേൽ വിക്ഷേപിച്ചിട്ടുള്ള എല്ലാ മിസൈലുകളും കൃത്യമായിട്ട് ഇറാനിലെ ജനതയുടെ നെഞ്ചത്ത് തന്നെ വന്ന് തറക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഇറാന്റെ ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക് അവിടെ വലിയ തോതിൽ തന്നെ പൊറുതിമുട്ട് നേരിടേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെല്ലാം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. ജനങ്ങളുടെ ഈ ഒരു പ്രക്ഷോഭം വലിയ തോതിൽ തന്നെ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ ഭരണകൂടം തകരുന്ന കാഴ്ച നമുക്ക് അവിടെ കാണേണ്ടതായിട്ട് വരും. വ്യത്യസ്ത ഇന്റലിജൻസ് റിപ്പോർട്ടുകളും മറ്റുമൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു പക്ഷേ അവിടുത്തെ സുപ്രീം കമാൻഡർ ആയിട്ടുള്ള, സുപ്രീം ലീഡർ ആയിട്ടുള്ള ആയത്തുള്ള അലി ഖമേനി ഒളിവിൽ പോകാനുള്ള സാധ്യതയുണ്ട്, മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കളയാൻ, മോസ്കോയിലേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള വാർത്തകളാണ്. മാത്രമല്ല ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് കടന്നതോടുകൂടിയിട്ട് US ഉൾപ്പെടെയുള്ള വ്യത്യസ്ത രാജ്യങ്ങളുടെ കണ്ണിലെ കരടായിട്ട് പോലും ഇറാൻ മാറി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി US ഇസ്രായേലും സംയുക്തമായിട്ടുള്ള അവരുടെ വ്യോമയാന ആക്രമണങ്ങളിലൂടെ അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഒക്കെ തന്നെയും തകർത്തെറിഞ്ഞുവെങ്കിലും അത് പിന്നെയും പുനർനിർമ്മിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ അനന്തരഫലമായിട്ട് UN പോലും വ്യത്യസ്ത രീതിയിലുള്ള ഉപരോധങ്ങൾ ഇറാനുമേൽ ഏർപ്പെടുത്തിയിട്ടുള്ളതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയും സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വലിയ തോതിൽ ദുസ്സഹമാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഇറാനിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങാനും ഇറാന്റെ ഭരണകൂടം ഒരു തകർച്ചയിലേക്ക്
ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ മൊത്തത്തിലൊരു അധികാര സന്തുലിതാവസ്ഥയിൽ മാറ്റം വരുന്നതായിട്ട് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ സൗദി അറേബ്യയും UAE ഒക്കെ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത ശ്രമങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യതകളും നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരെ ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് വരാം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദ്വീപാണ് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത്. ഏറെക്കുറെ 56,000 മുതൽ 57,000 ആളുകളാണ് ഗ്രീൻലാൻഡിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള ഒരു സ്വയംഭരണ പ്രദേശമായിട്ടാണ് ഗ്രീൻലാൻഡ് ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്നത്. മുൻപേ തന്നെ ഡൊണാൾഡ് ട്രംപ് ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്രീൻലാൻഡ് തങ്ങൾ മേടിക്കാമെന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്തുകൊണ്ട് ഗ്രീൻലാൻഡ് US വേണമെന്ന കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയും വ്യത്യസ്ത കാര്യങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും അധികം മുന്നിട്ട് നിൽക്കുന്ന ഒന്നാമത്തെ കാര്യം ഗ്രീൻലാൻഡിലെ മിനറൽസ് ആണ്. ഏറെക്കുറെ 1.5 മില്യൺ റെയർ എർത്ത് മിനറൽസ് ആണ്, എർത്ത് എലമെന്റ്സ് ആണ് ഗ്രീൻലാൻഡിന്റെ മണ്ണിന് താഴ്ഭാഗത്തുള്ളത്, ഐസിന് താഴ്ഭാഗത്തുള്ളത്. വ്യത്യസ്ത തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ, മൊബൈൽ ഫോണുകൾ, മിലിറ്ററി എക്യുപ്മെന്റ്സ് അങ്ങനെ തുടങ്ങി ഒരുപാടധികം കാര്യങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള റെയർ ആയിട്ടുള്ള എലമെന്റ്സ് ഒക്കെ തന്നെ ഇവിടെയുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പ്രദേശം US ലഭിക്കുകയാണെങ്കിൽ അതിൽ നിന്നും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കൊയ്തെടുക്കാനും അവർക്ക് സാധിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ ഒരു കാരണം ഗ്രീൻലാൻഡിന്റെ ജിയോഗ്രഫിക്കലി ഉള്ള സ്ഥാനമാണ്. US യൂറോപ്പിനും ഇടയിൽ റഷ്യയെ നിരീക്ഷിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത്. മാത്രമല്ല വടക്കൻ കടൽ മാർഗങ്ങളെ നിയന്ത്രിക്കാനും ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് വളരെ എളുപ്പത്തിൽ US സാധിക്കുന്നതായിരിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെയും ഗ്രീൻലാൻഡിലെ ഓരോ വ്യക്തിക്കും 10,000 മുതൽ 15,000 US വരെ പാരിതോഷികമായിട്ട് നൽകാം എന്ന രീതിയിലൊക്കെ തന്നെയാണ് US മുന്നോട്ടേക്ക് പോകുന്നത്. US തങ്ങൾ ഒരിക്കലും വിൽക്കുന്നില്ല എന്നൊരു മറുപടിയുമായിട്ട് ഡെൻമാർക്ക് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഇതോടുകൂടിയിട്ട് US ഒരു സൈനിക നടപടിയെ കുറിച്ച് വരെ ഞങ്ങൾ ചിന്തിക്കുമെന്നൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്നാൽ ഇവിടെ ഇത്തരമൊരു പ്രക്രിയയുമായിട്ട് US മുന്നോട്ടേക്ക് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നാറ്റോ സഖ്യത്തിൽ വലിയൊരു വെല്ലുവിളിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നതായിരിക്കും. നമുക്കറിയുന്നത് പോലെ തന്നെ ഡെൻമാർക്കും US ഒരുപോലെ നാറ്റോയിലുള്ള രാജ്യങ്ങൾ തന്നെയാണ്. അവിടെ ഇത്തരം ഒരു പ്രശ്നം ഉടലെടുക്കുന്നതോട് കൂടിയിട്ട് ഈ സഖ്യം പൂർണ്ണമായിട്ടും പാളിപ്പോകുന്ന കാഴ്ചകൾ നമുക്കവിടെ കാണേണ്ടതായിട്ട് വരും. അങ്ങനെ ഇത്തരത്തിൽ നാറ്റോ തകർന്നടിഞ്ഞു കഴിഞ്ഞാൽ മറുഭാഗത്ത് റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഈ നാറ്റോ ഉടമ്പടി അവസാനിക്കുന്നതോടുകൂടെ ഉണ്ടാകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി എല്ലാ സൈഡിലും വ്യത്യസ്ത രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകളിലൂടെയാണ് ലോകം ഇന്ന് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയെങ്കിലും ഒരു പരിധിക്കപ്പുറത്തേക്ക് ചില ആക്ഷൻസുകൾ ഏതെങ്കിലും രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് വലിയ രീതിയിലുള്ള ഒരു മഹായുദ്ധത്തിലേക്ക് ചെന്നെത്തുമെന്ന കാര്യത്തിലുള്ള വലിയ ആശങ്കകളും വിദഗ്ധർ ഇതുമായി ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്, പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ പുറമെ മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമായിരിക്കും ജെൻസി പ്രക്ഷോഭങ്ങൾ വരുന്നു. അതിൻ്റെ അനന്തരഫലമായിട്ട് ഒരുപാടധികം മേഖലയിൽ വ്യത്യസ്ത തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു. യുവാക്കൾക്കൊക്കെ തന്നെയും വലിയ തോതിൽ ജോബ് ലോസ് ഉണ്ടാകുന്നു, തൊഴിലില്ലായ്മ കൂടുന്നു. ഇതിൻ്റെ ഒക്കെ അനന്തരഫലമായിട്ട് പല രാജ്യങ്ങളിലും വലിയ തോതിലുള്ള ജൻസികളുടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നതായിട്ട്, യുവാക്കൾ തെരുവിലേക്ക് ഇറങ്ങുന്നതായിട്ടും നമുക്ക് കൃത്യമായി തന്നെ നോക്കി കാണാൻ സാധിക്കുന്നുണ്ട്. ഇതും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ ലോകത്ത് ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യാണ്. കൃത്യമായ രീതിയിൽ നിലവിൽ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെ തന്നെയായാലും ഇവിടെ കൃത്യമായിട്ട് നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് US ഏകപക്ഷീയമായിട്ടുള്ള സൈനിക ഇടപെടലുകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇറാന്റെയും വെനസ്വേലയുടെയും വലിയൊരു തകർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ ആർട്ടിക്കിലെ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള വ്യത്യസ്ത രാജ്യങ്ങളുടെ ശക്തമായിട്ടുള്ള ഒരു മത്സരം അവിടെയുണ്ട്. റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തു നിന്നുള്ള വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് അവരും അവിടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും വർഷത്തിൻ്റെ തുടക്കം കൊള്ളാം. ഇനി അങ്ങോട്ട് എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെ കൃത്യമായ രീതിയിൽ നമ്മൾ നോക്കി കാണേണ്ടത് തന്നെയാണ്. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ, യുദ്ധങ്ങളിലേക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് ഒന്നും തന്നെ ലോകം എത്തിച്ചേരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടാണ് നമുക്ക് ആഗ്രഹിക്കാം. കാരണം യുദ്ധങ്ങൾ എപ്പോഴും മനുഷ്യരുടെ നാശത്തിൽ തന്നെയാണ് ചെന്ന് അവസാനിച്ചിട്ടുള്ളത്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാട് വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ബൈ.